ഇത് ഈ ലാസ്റ്റത്തെ സീൻ കേട്ടോ ഞങ്ങള് മുങ്ങി മരിക്കത്തില്ല. ആ സീൻ കണ്ടിട്ട് ഞാൻ അതുകൊണ്ട് ചോദിച്ച് അമ്മയെ മിന്നൽ മുരളി മരിച്ചു പോയെന്ന്. മാല ആരാ തന്ന്? ഇതോ ടൊവിങ്ങള്. ചെല്ലുമ്പോ എനിക്കറിയില്ല ടോയ്ച്ചേട്ടൻ ഈ പടത്തിലുണ്ടെന്ന് തന്നെ. പിന്നെ ഇത് അഭിനയിച്ചതിന് ശേഷം പറശ്ശിനിക്കടവ് പോയിരുന്നു. മുത്തപ്പനോട് ഇങ്ങനെ പറഞ്ഞ എനിക്ക് വലിയ സിനിമ കാണുന്ന. ഏറ്റവും പാടുപെട്ട് അഭിനയിച്ചത് ഏതായിരുന്നു സീൻ ഈ പടത്തിൽ? എനിക്ക് എല്ലാ സീനും സിമ്പിളായിരുന്നു. ഞാൻ ശരിക്കും വിജയ് ഫാൻ ആണ്. ബിൻചേട്ടനാണ് റിയൽ ബാലൻ. റിയൽ ബാലൻ എന്തുകൊണ്ട് അങ്ങനെ റിയൽ ബാലൻ എന്ന് വിളിക്കാൻ കാരണം? കാരണം വിനു ബാലൻ. അമ്മയോ? ഫർസാന അമ്മയായിട്ട് അഭിനയിച്ച? ശരിക്കുള്ള അമ്മയെ പോലെ തോന്നുന്നില്ല. എനിക്കുള്ള സ്വന്തം അമ്മയെ പോലെ തോന്നുന്നു. കണ്ടോ കണ്ടോ താക്കോല് കുഞ്ഞൻ തവളയുടെ താക്കോല് നാട്ടിൽ തെണ്ടി നടക്കുമ്പോ കാണാതായൊരു താക്കോല്. ആദിശേഷൻ, മുഹമ്മദ് സിനാൻ, നമസ്കാരം. രണ്ടുപേർക്കും ഒരു വലിയ കൺഗ്രാറ്റ്സ്. ഏറ്റവും തകർപ്പൻ കിടലൻ പെർഫോമൻസ് ആയിരുന്നു ഒരു ഡെബ്യൂ എന്നുള്ള രീതിയിൽ. സിനാൻ എങ്ങനെയാണ്? സിനാൻ ഇപ്പോൾ ആദ്യം തന്നെ ഗണപതി പറഞ്ഞത് റാൻഡം ആയിട്ടൊരു മെസ്സേജ് ആയിരുന്നു. അപ്പോൾ സിനാൻ മെസ്സേജ് അയക്കുകയാണ്, ആരും അഭിനയിക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ആരും സെറ്റിൽ അടുപ്പിക്കുന്നില്ല, അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു പറഞ്ഞിട്ടാണ് കൊടുത്തതെന്ന്. ശരിക്കും ഈ കാസ്റ്റിംഗ് കോള് കണ്ടിട്ടാണോ അയക്കുന്നത്? റാൻഡം ആയിട്ട് ഗണപതിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു? ഞാൻ കാസ്റ്റിംഗ് കോള് കണ്ട് ഗണിച്ചേട്ടനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. കാസ്റ്റിംഗ് കോളില് ഒരു മിനിറ്റ് വീഡിയോയും ഫോട്ടോയും. ഞാനപ്പോ വീഡിയോയില് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ തന്നെ പിന്നെ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ അപ്പൊ തന്നെ ഒരു രാവിലെയാണ് അയച്ചു കൊടുത്തത്. ഉച്ചയായപ്പോ എന്നെ വിളിച്ച് ഗണിച്ചേട്ടൻ പറഞ്ഞ് തേവരയിലാണ് പ്രൊഡക്ഷൻ ഹൗസ്, വന്നം 3 മണിക്ക്. അപ്പൊ എനിക്കൊരു സ്ക്രിപ്റ്റ് അയച്ചാൽ അത് പഠിച്ചിട്ട് വന്നോന്ന് പറഞ്ഞു. പടത്തിലെ സീനായിരുന്നു. അപ്പൊ അതായിട്ട് ഞാൻ ചെന്ന് താഴത്തെത്തി. തേവരയിൽ 3 മണിക്ക് താഴത്തെത്തി. അവരുടെ ഫ്ലാറ്റ് 12ാം നിലയിലാണ്. അപ്പൊ ഞാൻ താഴത്തെത്തിയിട്ട് എനിക്കാണെങ്കിൽ ഞാൻ ഫുള്ളും പഠിച്ചിട്ടില്ല. സ്ക്രിപ്റ്റ് തന്നത് മതി. അപ്പൊ ഞാനത് പഠിച്ച് ലിഫ്റ്റ് ഉണ്ടായി. ലിഫ്റ്റിൽ കയറാണ്ട് സ്റ്റെപ്പ് കയറി നടന്നു. അപ്പോഴാണ് പ്രിപ്പയർ ചെയ്തത്. മതി. ഈ സീന് തന്നെയാണോ അപ്പൊ ചെയ്യിപ്പിച്ചത്? ഏത് സിനിമയത്തെ സീൻ തന്നെയാണോ? ഒരു സീൻ ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു സീനായിരുന്നു. അതിനുശേഷം ഇപ്പോ ടോവിനോ ആയിട്ടാണല്ലോ ഏറ്റവും സിനാന്റെ കോമ്പിനേഷൻ സീന് കൂടുതലും വരുന്നത്. ഇപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ എനർജി കൂടെയാണല്ലോ നമ്മളിലേക്ക് വരുന്നത്. ടോവിനോനെ ആദ്യം കാണുന്ന, ഇപ്പോൾ സെറ്റിലേക്ക് ടോവിനോ ആദ്യം വരുന്ന ഒരു മൊമെന്റ് ഏത് സമയത്തായിരിക്കും? സിനാന്റെ ഷൂട്ട് തുടങ്ങി കുറെ കഴിഞ്ഞിട്ടാണോ? എന്റെ ഷൂട്ട് ഇപ്പഴാ തുടങ്ങിയത് അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെല്ലുമ്പോ എനിക്കറിയില്ല ടോയ്ച്ചേട്ടൻ ഈ പടത്തിലുണ്ടെന്ന് തന്നെ അറിയില്ല. ഞാൻ ചെന്ന് എന്നോട് ഇപ്പൊ നാളെ ഞാൻ ടോയ്ച്ചേട്ടനെ കണ്ടു. ഇന്നാണ് എന്നോട് ആര് പറഞ്ഞു ഈ പടത്തിൽ ടോയ്ച്ചേട്ടൻ ഉണ്ടെന്ന്. അപ്പോഴും എനിക്ക് കൺഫേം ആയിട്ടില്ല. പിന്നെ ഞാൻ സെറ്റിൽ പീക്കുവിന്റെ സീൻ ഷൂട്ട് ചെയ്യുമ്പോ അവിടെ ഒരു കസാര വെച്ച് സാറിന്റെ അടുത്ത് ഇരിക്കണേ. അപ്പൊ നോക്കുമ്പോ വേറൊരു ലുക്കില് ടോയ്ച്ചേട്ടൻ നടന്നു വന്നു. എനിക്ക് കണ്ടപ്പോ തന്നെ കിളി പോയി. അതിനുശേഷം എങ്ങനെ ടോവിനോനെ ആദ്യം എന്താ വിളിക്കുക? ടോവിച്ചേട്ടൻ എന്നാണോ വിളിക്കുക? ടോവി അങ്കിൾ എന്നാണോ വിളിക്കുക? എന്തായിരുന്നു ടോവി അങ്കിൾ ആയിട്ടുള്ള ആദ്യത്തെ സീൻ? എങ്ങനെയായിരുന്നു? സൂപ്പർ ആയിരുന്നു. കഴിഞ്ഞു? സൂപ്പർ ആയിരുന്നു, അത്രേ ഉള്ളൂ. ഈ മാല ആരാ തന്ന്? ഗിഫ്റ്റ് തന്നാണോ? ഇതിന് മുൻപ് ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഒരു ഗിഫ്റ്റും കൂടി തന്നു. അതെന്താ ഗിഫ്റ്റ് തന്നു? ഒരു വലിയ പാക്കറ്റ് ചോക്ലേറ്റ്, കുറെ ഡ്രസ്, പടമൊക്കെയുള്ള അങ്ങനെ കുറെ ഒരു ജീൻസ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു മീറ്റിങ്ങിന് പോയപ്പോഴാണ് ഇത് കിട്ടുന്നത്, മാല കിട്ടിയത്. പിന്നെ വേറെ ആരൊക്കെ ഗിഫ്റ്റ് തന്നു? ചിതുചേട്ടൻ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നു? സൈക്കിള് ഗിഫ്റ്റ് തന്നോ? എപ്പോ? ഷൂട്ടിംഗ് സമയത്ത് അതോ റിലീസിന് ശേഷം? ഇത് റിലീസിന് ശേഷം വന്നു. ഈ ആദിശേഷൻ എപ്പോഴാണ് ശരിക്കും അഭിനയിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം വരുന്നത്? എപ്പോഴാണ്? ഈ ഷോർട്ട് ഫിലിം അഭിനയിച്ച ശേഷമാണോ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം വരുന്നത്? ഞാൻ ചെറുപ്പത്തിൽ 2012 കാണുമ്പോ ഇത് ഈ ലാസ്റ്റത്തെ സീൻ കേട്ടോ ഞങ്ങള് മുങ്ങി മരിക്കത്തില്ലേ, ആ സീൻ കണ്ടിട്ട് ഞാൻ അതുകൊണ്ട് ചോദിച്ച് അമ്മയെ മിന്നൽ മുരളി മരിച്ചു പോയെന്ന്. അങ്ങനെ ചോദിച്ച അമ്മയുടെ? അങ്ങനെ ചോദിച്ചിട്ട് അമ്മ പറഞ്ഞത് ആക്ടിങ് ആണെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങനെ ആകണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആക്ടിങ് മനസ്സിൽ വന്ന്. പിന്നെ ഞാൻ ഈ ഇപ്പോഴത്തെ സുഗന്ധിന്ന് ഷോർട്ട് ഫിലിം അഭിനയിച്ചു. പിന്നെ ഇത് കിട്ടി. പിന്നെ ഇത് അഭിനയിച്ചതിന് ശേഷം പറശ്ശിനിക്കടവ് പോയിരുന്നു. മുത്തപ്പനോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് വലിയ സിനിമ കാണണമെന്ന് പറഞ്ഞ്
അതിന്റെ പിറ്റേ ദിവസമാണ് ഇത് ഇടുന്നത്. ഓ, പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തന്നെ വിളിച്ചു. ഓ, അങ്ങനെയാണ് വിളിച്ചത്. ഇനി തുടർന്നും അങ്ങനെ ഇനി അഭിനയിക്കാൻ തന്നെയാണല്ലോ പ്ലാന്? സിനിമയിൽ അഭിനയിക്കാൻ തന്നെയാണല്ലോ പ്ലാൻ? ഈ ഇപ്പൊ ടോവിനോന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ സിനാൻ ആക്ച്വലി ഇപ്പൊ ഈ കോമ്പിനേഷൻ സീൻ ഇപ്പോ ടോവിയൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷനിൽ പല പല ലെയറിലൂടെ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ആദ്യം ഇപ്പോ പുള്ളിയായിട്ട് ഭയങ്കര കമ്പനി ആവുന്ന ഒരു ഇതുണ്ട്. അതിനുശേഷം ഇപ്പൊ നമ്മൾ തന്നെ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു സാധനത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവസാനത്തെ സീനൊക്കെ വരുന്ന സമയത്ത് തനിക്ക് നേരത്തെ പറഞ്ഞുവിടറോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് തരുന്ന എനർജി എന്താണ് ശരിക്കും ടോവിനായിട്ട്? ഇപ്പൊ ടോവിച്ചേട്ടൻ പറയും, ഇപ്പൊ എനിക്ക് ടോവിച്ചേട്ടനായിട്ടുള്ള സീനൊക്കെ കുറച്ച് ടഫായിരുന്നു പടത്തിലുള്ള. അതായത് ഇപ്പൊ ഞാൻ ഒരു ഫസ്റ്റ് ടേക്ക് ശരിയായില്ല, രണ്ടാമത്തെ ടേക്ക് ശരിയായില്ലെങ്കിൽ മൂന്നാമത്തെ ടേക്ക് ആവുമ്പോൾ എനിക്കൊരു പേടി തോന്നും. അപ്പൊ എനിക്ക് ടോവിച്ചേട്ടൻ പറയും മോനെ കുഴപ്പമില്ല, ശരിയാവും, എത്ര വേണമെങ്കിലും ചെയ്തോ. അപ്പൊ നമുക്കൊരു ടോവിച്ചേട്ടനാണല്ലോ പറയുന്നത്, അപ്പൊ കോൺഫിഡൻസ് ആവും. ഇപ്പൊ ഈ ടോവിച്ചേട്ടനായിട്ടുള്ള സീനൊക്കെ ഷൂട്ടിംഗ് മംഗലാപുരത്തായിരുന്നു. മംഗലാപുരം, വയനാട് ക്ലൈമാക്സ് വയനാടാണ് ഷൂട്ട് ചെയ്തത്. ഒരു മൊമെന്റിന് ഭയങ്കര അപ്രിസിയേഷൻ. തിയേറ്ററിലും ഭയങ്കര അടിപൊളിയായിരുന്നു. ചിലപ്പോ മിക്കവാറും ഷൂട്ടിലും നിങ്ങൾക്ക് ഭയങ്കര ഗംഭീരം തോന്നിക്കുന്ന ഒരു മൊമെന്റ് സിനിമയുടെ അവസാനം ഓടുന്ന ഒരു മൊമെന്റ്. അത് ഒരു സ്പോയിലർ സ്വഭാവമായിട്ട് എന്താണ് കറക്റ്റ് പറയുന്നില്ല, പക്ഷെ അതിന്റെ ഒരു ഷൂട്ട് പരിപാടി എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ഇത് ഷൂട്ടിന്റെ മുമ്പൊക്കെ തന്ന ബ്രീഫ് എന്തായിരുന്നു? ഷൂട്ടിന് മുമ്പ് എനിക്കും ബികോക്കും ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അഭിനയിക്കണ മുമ്പ്. പിന്നെ എനിക്ക് രാവിലെ മുതൽ ഓടാൻ പോണമായിരുന്നു. അപ്പൊ അത് ട്രെയിനിങ് പോലെ ഓടാൻ പോണം. അജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അതെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഓടാൻ പോണം. പിന്നെ എനിക്ക് ഇതില് തുളു എന്ന് പറഞ്ഞ അതെന്നെ പഠിപ്പിച്ചത് ബാസിൽ എന്ന് പറഞ്ഞ ടോബി സിനിമയിലെ ഡയറക്ടർ ചേട്ടനാണ്. പിന്നെ ഓട്ടം എനിക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ കുറച്ച് ഓടും കഷ്ടപ്പെട്ടു, എന്നാലും അടിപൊളിയായിരുന്നു. ചിതു സാറും എന്നോട് പറഞ്ഞ ഓട്ടം നല്ലതാണെന്ന് കണ്ടപ്പോ. ഏറ്റവും പാടുപെട്ട് അഭിനയിച്ചത് ഏതായിരുന്നു സീൻ? ഈ പടത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഏത് ഡയലോഗോ അല്ലെങ്കിൽ ഏത് സീനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്? കുറെ റീടേക്ക് ഒക്കെ പോകാൻ വേണ്ടിട്ട്. എല്ലാം സിമ്പിൾ ആയിരുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏത് സീനായിരുന്നു? ഏറ്റവും അങ്ങനെയൊന്നുമില്ല, എല്ലാ സീനും സിനാൻ ഏതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്? ക്ലൈമാക്സ് കുറച്ച് ഓട്ടം അതായിരുന്നു ടഫ്. ആദിശേഷൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരാളുടെ കൂടെ അഭിനയിക്കണം തോന്നുന്നത് ആരുടെ കൂടെ ആയിരിക്കും? ഈ സിനിമയത്തെ ബന്ധപ്പെട്ടല്ല, അതല്ലാതെ ഈ ആളുടെ കൂടെ എനിക്ക് അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം, അങ്ങനെ ആരായിരിക്കും? മമ്മൂക്കയും ലാലേട്ടനും. രണ്ടുപേരും കൂടെ അഭിനയിക്കണം. സിനാന? ധനുഷ് സാർ. സാറാണ് ഫാനാണോ? പിന്നെ വിജയ് സാർ. ഞാൻ ശരിക്കും വിജയ് ഫാൻ ആണ് ചെറുപ്പം മുതലേ. സിനാൻ ഇപ്പോ എന്താ ചെയ്യുന്നത്? ഇപ്പോ നാട് എവിടുന്നാണ്? എന്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് അരുക്കുറ്റി വടുതല. പഠിക്കുന്നത് 10th വടുതല ജമാഅത്ത്. ആദിശേഷൻ 2ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? ഷോർട്ട് ഫിലിം ചെയ്ത സമയത്ത് എത്രയിലായിരുന്നു? അന്ന് ഞാൻ UKG-LKG-യിലുണ്ടായിരുന്നു. ഈ ഇതില് ആരാണ് അഭിനയിക്കാനൊക്കെ പറഞ്ഞു തരുന്നത്? ആരാ? ചിതുചേട്ടനായിരുന്നോ ഗണുചേട്ടനായിരുന്നോ പറഞ്ഞു തരുന്നത്? എനിക്ക് ചിലപ്പോ ഗണുചേട്ടൻ പറഞ്ഞുതരും, ചിലപ്പോ ശിവസാർ പറഞ്ഞുതരും, ചിലപ്പോ ചന്ദ്രചേട്ടൻ പറഞ്ഞുതരും, വിഷ്ണു ചേട്ടൻ പറഞ്ഞുതരും, ബിൻചേട്ടൻ എന്ന് വിചാരിച്ച റിയൽ ബാലനാണ്. അത് ബിൻചേട്ടനാണ് റിയൽ ബാലൻ. അതെന്തുകൊണ്ടാ അങ്ങനെ റിയൽ ബാലൻ എന്ന് വിളിക്കാൻ കാരണം? കാരണം വിനു ബാലൻ എന്നാണോ ഫുൾ പേരും? ആണോ? ആദിശേഷന്റെ ഇപ്പൊ ഒരു ഡാൻസ് ആണല്ലോ ഏറ്റവും കൂടുതൽ വൈറല്. മറ്റേ കുട്ടിയായിട്ട് ഇവാൻഷികയായിട്ട് ഡാൻസ് കളിക്കുന്നതാണല്ലോ വൈറല്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ജ്യൂസാറായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കളിക്കുവാ. കളിക്കുന്നതിനിടയ്ക്ക് അവളുടെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ വന്ന് ഡാൻസ് കളിക്കാൻ. അന്നേരം ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ട് അത് വീഡിയോ. ബെസ്റ്റ് ഫ്രണ്ട് ആണോ സെറ്റില്? ബാക്കി എല്ലാരും കുറച്ച് പ്രായം കൂടുതലാണല്ലോ. പക്ഷെ എന്റെ കൂടെ വസുദേവൊക്കെ ഇല്ലേ, എന്റെ കൂടെ എല്ലാ കുട്ടികളും ബെസ്റ്റ് ഫ്രണ്ട്സാ. വേറെ സെറ്റില് വേറെ ഫ്രണ്ട്സ് ഒക്കെ ആരാ ഏറ്റവും കൂടുതൽ കമ്പനി? ആരായിരുന്നു?
ഏറ്റവും കൂടുതൽ നമുക്ക് ഉം. ഇവാൻഷിയും വസുദേവുവാ. ഇവാൻഷിയും വസുദേവാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ഈ ഫോറമാളില് പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് എന്താണ് ഓർക്കാൻ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു ഫീഡ്ബാക്ക് ആരുടേതായിരുന്നു? എന്നോട് ഞാൻ അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിനെ കാണുന്നത്. അപ്പൊ എന്നോട് ഫസ്റ്റ് ഞാൻ ആസിഫിക്കാനെ കണ്ട്, സൗബിക്കാനെ കണ്ട്, എല്ലാവരും അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. എല്ലാവരും പടം കണ്ടിട്ട് നല്ല റെസ്പോൺസ് ആണ് പറഞ്ഞത്. അപ്പൊ തന്നെ എനിക്ക് ആ ദിവസം ഇങ്ങനെ അയ്യോ അപ്പോഴാണ് വിശ്വാസമായത് ഇങ്ങനെ ഒരു പടത്തിൽ. ധനുഷിനെ കാണിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? പടം ധനുഷിനെ കാണിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? അറിയില്ല. നിങ്ങള് പുറത്തായിരുന്നല്ലോ? പുറത്തായിരുന്നു. ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ. അവിടെ ഉള്ള പ്രസ് മീറ്റും പരിപാടിയായിരുന്നു. ശരത് കുമാർ സാറിനെ കണ്ട്, സിദ്ധാർത്ഥ് സാർ, സൂര്യ സാർ ഇന്നലെ കണ്ടു. നിങ്ങളെ സംസാരിച്ചോ? ഇല്ല നമ്മ ഉണ്ടായില്ല. ചിതു സാറാണ് അവിടെ. മറ്റൊരു കാര്യം, ഈ അമ്മാമ്മയായിട്ട് അഭിനയിച്ചില്ലേ ഡോളിയമ്മ? ഡോളിയമ്മ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില്? സൂപ്പറാണ്. ഡോളിയമ്മ സിനിമ കാണുന്ന അതുപോലെ തന്നെ എന്താ ഡോളിയമ്മ എന്താ പറയാ? ഇപ്പൊ ഒരു സീന് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കും, ഇത് ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ കൗണ്ടർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കോ? ചിലപ്പോ ഞാൻ ഫോൺ കാണും, ഇത് എന്നെ ഇവിടെ സംസാരിക്കും, അല്ലെങ്കിൽ എന്റെ കുറച്ചു നേരമൊക്കെ കളിക്കും, അല്ലെങ്കിൽ എല്ലാരും ഇങ്ങനെ വരുന്നിരിക്കും കൈ നോക്കാനായിട്ട് വരുന്നിക്കും. കൈ നോക്കിട്ട് എന്താ പറഞ്ഞ ആദിശേഷന്റെ? എന്നെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നോക്കിയിട്ടില്ലേ? അത് നോക്കി തരായിരുന്നു. എന്റെ വിധി എന്താന്ന് എനിക്ക് പോലും അറിയത്തില്ല. അമ്മയോ? ഫർസാന അമ്മയായിട്ട് അഭിനയിച്ച ശരിക്കുള്ള അമ്മയെ പോലെ തോന്നിയില്ല. ആണോ? അതെ, എനിക്കുള്ള സ്വന്തം അമ്മയെ പോലെ തോന്നിയില്ല. ടോവി ചേട്ടനായിട്ട് ചെയ്യുമ്പോ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തന്നിരുന്നോ? ഇപ്പൊ ഇങ്ങനെ അതിനുശേഷം ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കുന്നോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിരുന്നോ? എനിക്ക് ഞാൻ തെറ്റിച്ചെന്ന് വെച്ചാൽ ഞാൻ ചേട്ടയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞാൻ കൊറേ സപ്പോർട്ട് ചെയ്തു. ഈ താക്കോല് എന്നുള്ള പാട്ട് ആദ്യം അതിനുശേഷമായിട്ട് പാടാന്നുള്ളായിരുന്നല്ലോ പ്ലാന്. താക്കോല് പാട്ട് അറിയോ? ഇപ്പൊ ഒന്ന് പാടാൻ പറ്റുമോ? ഇപ്പൊ കുറച്ചൊക്കെ അറിയും. കുഴപ്പമില്ല, ഉള്ളത് വെച്ച് പാടിയല്ലോ. കണ്ടോ താക്കോല്, കുഞ്ഞൻ തവളയുടെ താക്കോല്, നാട്ടിൽ തെണ്ടി നടക്കുമ്പോ കാണാതായൊരു താക്കോല്. എല്ലാവിധ ആശംസകളും. ഇനി അടുത്ത പടങ്ങൾക്കൊക്കെ എല്ലാവിധ ആശംസകളും. എല്ലാവരും താങ്ക് യു.